നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ അഭിഷേക്തൻ പാസ്റ്റർ സതീഷ്, അനിത ആൻറ്റി, കുടുംബം, US-ൽ ഡാലസിൽ ഏറ്റവും മനോഹരമായി കർത്താവിനാൽ നയിക്കപ്പെടുന്ന മെട്രോ ചർച്ചിലെ എല്ലാ ശുശ്രൂഷകർക്കും, ഇന്ന് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ഓൺലൈനിൽ നിങ്ങളുമായി ഒരുമിച്ച് ചേരുന്നത് കർത്താവ് നൽകി തന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കഴിഞ്ഞ 4 ദിനങ്ങളിലുമായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ സ്വർഗം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നുവല്ലോ. അതിൻ്റെ ഒരു ഭാഗമാകുവാൻ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഈ പ്രഭാത സമയത്ത് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നൽകി തന്ന വലിയ കൃപകൾക്ക് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നോട് ചേർന്ന പ്രിയ അലക്സ് കീബോർഡിൽ നമ്മെ സഹായിക്കും. അപ്പോൾ തന്നെ ടെക്നിക്കൽ സൈഡിൽ നമ്മെ സഹായിക്കേണ്ടതിന് 3 പേരിവിടെ വേറെ ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജുബിൻ, ഫെബിൻ, ക്ലിൻഡൻ, അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഇന്ന് രാത്രി ഈ സമയത്ത് നമ്മോട് ചേരുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന അഭിഷക്തനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവ് വലിയ നന്മകൾ നമുക്കിടയിൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെയും കഴിയുമെങ്കിൽ ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്ട് എല്ലാ നാവുകളും ചലിപ്പിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ. 63-ാം സങ്കീർത്തനം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഒരു നിർബന്ധവും ഇതിൻ്റെ പിന്നിലില്ല. ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. നിറഞ്ഞ സ്നേഹത്തോടെ, സന്തോഷത്തോടെ ആ ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ സ്വർഗം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഭവനങ്ങളിൽ അന്തരങ്ങളൊക്കെ ഒന്ന് ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ സെഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവ മഹത്വം നമ്മിൽ ചലിക്കുക. മുൻപോട്ട് വയ്ക്കുന്ന ചൂടുകളിൽ ദൈവ പ്രവർത്തികൾ വെളിപ്പെടുവാൻ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിലൊന്ന് പോകും. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. എത്ര പേര് പറയും അങ്ങനെ? എൻ്റെ സഹായം എൻ്റെ യേശുവാണ്. പറഞ്ഞ കർത്താവേ, അങ്ങനെക്ക് സഹായമായി തീർന്നുവല്ലോ, അങ്ങനെക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കും. ചിറകിൻ്റെ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കും. ആത്മാവിൽ പറഞ്ഞപ്പാ, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. വേറെ എവിടെയും ഞാൻ ആശ്രയം വെക്കുന്നില്ല. മറ്റൊന്നിനോടും എൻ്റെ ഇഷ്ടം വർദ്ധിക്കരുത്. എൻ്റെ ആഗ്രഹം യേശുവിനോടായിരിക്കട്ടെ. എൻ്റെ ദൈവത്തോട് എൻ്റെ ഉള്ളം പറ്റിയിരിക്കേണ്ടതിന്, എൻ്റെ കർത്താവിനോട് ഞാൻ ചേർന്നിരിക്കേണ്ടതിന്. പറയും, അങ്ങയുടെ വലങ്കൈ എന്നെ താങ്ങുന്നു, അങ്ങയുടെ വലങ്കൈ എന്നെ താങ്ങുന്നു, അങ്ങയുടെ വലങ്കൈ എന്നെ താങ്ങുന്നു. അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് ഞാൻ പറഞ്ഞു, നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്, നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. എൻ്റെ അധരങ്ങൾ എപ്പോഴും അങ്ങയെ സ്തുതിക്കും. അവൻ്റെ ദയ അനുഭവിച്ചിട്ടുള്ള ദൈവജനമാതരങ്ങൾ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. വായുകൾ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്.
Sharapala Rathana Real Theriarka. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീ, എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ. ഇന്നേരം നീയാണ് എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ. ഇന്നേരം നീയാണ് എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാൽ നീയകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. ഞാനാകന്നാലും നീയകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ, എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ. ഇന്നേരം ചേർന്ന് പാടാമോ വരികൾ? നീയാണ് എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഒരിക്കൽ കൂടെ നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ. ഇന്നേരം നീയാണ് എല്ലാം എല്ലാം, നീയാണ് എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. ഒരിക്കൽ കൂടെ പറയുമോ? നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. ഒരിക്കൽ കൂടെ നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ, എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. ഒരിക്കൽ കൂടെ പാടും. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും. യേശുവേ നോക്കി പറയുമോ? എൻ്റെ എല്ലാം എല്ലാം നീയേ,
ചേർന്ന് പറഞ്ഞേ, നിന്മാറോടു ചേരട്ടെ ഞാൻ. അപ്പാ യേശുനാഥ, എന്നേരും നീയാണ് എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഒരിക്കൽ കൂടെ നിന്മാറോട് ചേരട്ടെ ഞാൻ. യേശുനാഥ, എന്നേരും നീയാണ് എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഇന്ന് രാത്രിയിൽ എത്ര പേര് പറയും, പപ്പ ഞാൻ അങ്ങയുടെ മാറോട് ചേരുവാൻ കൊതിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ സകലതും യേശുവാണ്. എൻ്റെ സാഹചര്യങ്ങളെ മാറ്റിയത് യേശുവാണ്. എനിക്ക് വേണ്ടി പുതു വഴികൾ തുറന്നത് യേശുവാണ്. എന്തോ തകർന്നു പോകേണ്ടിയിരുന്ന എന്നെ പടുതെടുത്ത, എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിച്ച, ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നൊരു കർത്താവ്, എന്നെ എപ്പോഴും കാണുന്നൊരു ദൈവം. ഞാൻ പലപ്പോഴും നിന്നിൽ നിന്ന് അകന്നിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ എന്നിൽ നിന്ന് അകലാതെ എന്നെ സ്നേഹിച്ച് എന്നെ മാറോട് ചേർത്ത എൻ്റെ കർത്താവ്. ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്, പക്ഷേ യേശു എന്നെ ഇതുവരെ സംശയിച്ചിട്ടില്ലല്ലോ. അങ്ങയുടെ കരുണ എൻ്റെ കൂടെയുള്ളതിനായി നന്ദി പറയുന്ന കർത്താവേ. എത്ര പേര് പറയും അങ്ങനെ, എത്ര പേര് പറയും. ആത്മാവിനൊന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവേ, ഇന്ന് ദൈവജനത്തെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ അകൽച്ചകളും മാറട്ടെ, എല്ലാ അകൽച്ചകളും മാറട്ടെ, എല്ലാ അകൽച്ചകളും മാറട്ടെ. ദൈവസന്നദ്ധിയോട് അടുത്തു വരുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, കർത്താവിനെ മുറുകെ പിടിക്കുവാൻ, സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ അങ്ങയിൽ നിന്നും അകലാതെ അങ്ങേ മാറോട് ചേർക്കുന്ന, അങ്ങേ ചേർന്ന് നിൽക്കുന്ന, അങ്ങിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു ദൈവ സ്നേഹത്തിലേക്ക് ആത്മാവിലൊന്ന് ദൈവത്തെ സ്തുതിച്ച്, ആത്മാവിലൊന്ന് ദൈവത്തെ സ്തുതിച്ച്, ആദരങ്ങൾ ചലിപ്പിച്ച് കർത്താവിനെ ബഹുമാനപ്പെടുത്തി പറഞ്ഞ കർത്താവേ, അകൽച്ചകൾ മാറട്ടെ. എനിക്ക് അങ്ങയോട് ഇനിയും അടുത്തു വരണം, എനിക്ക് ഇനിയും അടുത്തു വരണം, എനിക്ക് ഇനിയും അടുത്തു വരണം, എനിക്ക് ഇനിയും അടുത്തു വരണം, എനിക്ക് ഇനിയും അടുത്തു വരണം. ആ മാറിലൊന്ന് തലചായ്ക്കേണ്ടതിന്, ആ ഹൃദയ സ്പന്ദനങ്ങൾ എൻ്റെ കാതുകളിൽ മുഴങ്ങേണ്ടതിന്, എനിക്ക് വേണ്ടി തുടിക്കുന്നൊരു ഹൃദയം ഇന്നും ജീവിക്കുന്നുണ്ട്, ഇന്നും ജീവിക്കുന്നുണ്ട്. ആ നാവുകൾ ചലിപ്പിച്ച് പറ, കർത്താവേ അങ്ങാണ് എൻ്റെ എല്ലാം. ഞാനാകുന്നാൽ നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. ഞാനാകുന്നാൽ നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, ഓ എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും. ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞേ, എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാറോടു ചേരട്ടെ ഞാൻ, യേശുനാഥ, ഇന്നേരം നീയാണ് എല്ലാം എല്ലാം, ഇന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ, യേശുനാഥ, ഇന്നേ
എന്നുമെന്നും എൻ പിതാവ്. ഹല്ലേലൂയ. കർത്താവിനെ നോക്കി പറയുമ്പോ അങ്ങാണ് എൻ്റെ എല്ലാം, അങ്ങേ വിട്ട് എനിക്കൊരു ജീവിതമില്ല, അങ്ങേ പിരിഞ്ഞെനിക്കൊന്നുമില്ല. ഇന്ന് ഈ സമയം ആ യേശുവിനെ നോക്കുമ്പോൾ, ആ കർത്താവിനെ നോക്കുമ്പോൾ വചനം എങ്ങനെ പറയുന്നത്? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് വരെ അവങ്കിലേക്ക് നോക്കിയിട്ടൊന്ന് തല താഴ്ത്തുവാൻ സ്വർഗം അനുവദിച്ചിട്ടില്ല. കാരണം കാൽവറിയിൽ അവൻ നമുക്ക് നേടിത്തന്നൊരു ജയമുണ്ട്. അവൻ നമ്മെ കരം പിടിച്ച് നടത്തുന്ന വിധങ്ങളുണ്ട്. എത്ര പേര് പറയും, കർത്താവേ അങ്ങേ പിരിഞ്ഞെനിക്കൊരു ജീവിതമില്ല, അങ്ങേ വിട്ടെനിക്കൊരു ജീവിതമില്ല. മുൻപോട്ട് ഞാനൊരു ചുവട് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യേശുവിൻ്റെ ശബ്ദത്തിനനുസരിച്ച്, ആത്മാവിൻ്റെ നിയോഗത്തിലല്ലാതെ ഞാൻ മുൻപോട്ട് പോകില്ലെന്ന് എത്ര പേര് പറയും? ഈ രാത്രിയിൽ അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ അകത്ത് വർദ്ധിക്കട്ടെ. യേശുവിനോടുള്ള ആഗ്രഹം വർദ്ധിക്കട്ടെ. അവനെ നോക്കി പറയുമ്പോൾ, കർത്താവേ ഞാൻ പലപ്പോഴും നിലവിളിച്ചപ്പോൾ അങ്ങ് അത് കേട്ടു, അങ്ങ് എനിക്ക് വഴി തുറന്നു, അങ്ങനെ കരം പിടിച്ച് നടത്തി. ഇസ്രായേലിലെ ജനത്തെ മാത്രമല്ല, ഈ ഏഴകളായിരുന്ന നമുക്കും അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ആ ദൈവപ്രവൃത്തികൾ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഭവനത്തിലാണെങ്കിൽ അടുത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി പറ, നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ. ഒന്ന് പറഞ്ഞേ നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ. തകർന്നു പോകേണ്ട സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായിരുന്നല്ലോ, പക്ഷെ യേശു കൈവിട്ടില്ല. ഈ 2025 പുതുകൃപകൾ തന്ന് കർത്താവ് നമ്മെ നടത്തുകയാണ്. ഈ വർഷം എന്നിലെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുന്ന വർഷം എന്ന് എത്ര പേര് പറയും? കഴിഞ്ഞ നാളുകളിൽ നടക്കാത്ത പലതും ഈ പുതുവർഷത്തിൽ സംഭവിക്കും. സഭയുടെ അതിരുകൾ വിശാലമാകും. ദൈവപ്രവർത്തികൾ ഇനിയും വെളിപ്പെടും. സഭയിലെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. തലമുറകളെ ദൈവം ഉപയോഗിക്കും. എത്ര പേര് പറയും അത്? ആമേൻ. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. യേശുവെ നോക്കി പറയുമ്പോൾ, നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. അക്കരങ്ങളെ കൊന്ന് തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് നാം ചേർന്ന സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ഉറപ്പോടെ വിളിച്ചു പറയുക, ഞാൻ നോക്കിയിട്ട് ഇന്ന് വരെ ലജ്ജിക്കുവാൻ എൻ്റെ ദൈവം ഇടവരുത്തിയിട്ടില്ല. എന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി അത്ഭുത വഴി തുറക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ആ ദൈവത്തെ വാഴ്ത്തുകയാണ്, ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. റബ ശകാല ശരാധേ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ചേർന്ന് പാടും. നോക്കിയവർ
പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്. താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. ആമേൻ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്. താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. കൊതിയോടെ പറഞ്ഞേ, നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്. താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അതു കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അതു കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ, ഉറപ്പിച്ചു പറഞ്ഞേ, അവൻ വിടുവിച്ചു. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്. താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്. ഓ, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയൻ വാതിൽ. പറ, യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാൻ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറിടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറിടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി. വിശ്വസിച്ച് പറഞ്ഞേ ആമേൻ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയൻ വാതിൽ.
തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, വൈരിയിൻ വാതിൽ. താമ്രക്കതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. യെരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴിമ. വിശ്വസിച്ച് പറയുമോ? താമ്രക്കതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. യെരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി ഉറപ്പോടെ പറഞ്ഞേ. അടച്ചിടുമേ വാതിൽ അടച്ചിടും, വൈരിയിൻ വാതിൽ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ. ഓ, അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. 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 സിയോൻ യാത്രയതിൽ മനമേ, ഉറപ്പോടെ വിളിച്ചു പറ. സിയോൻ യാത്രയതിൽ മനമേ, ഭയമൊന്നും ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി. ഓ റബശേരിയ, ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഓ, അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും ശാലരാധ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും പറ പറ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ, ഹോ ഹവേ. സിയോൻ, ഉറപ്പോടെ പറ, ഉറപ്പോടെ പറ. മനമേ, ഞാൻ ഇനി ഭയപ്പെടുകയില്ല. ഹവേ. മനുഷ്യനിൽ ആശ്രയമോ അത് വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് ഭയം. മനുഷ്യനിൽ ആശ്രയമോ അത് വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് ഭയം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ. വിശ്വസിച്ച് വിശ്വസിച്ച് പറഞ്ഞു. എല്ലാ മാനുഷിക ആശ്രയങ്ങളും തകരട്ടെ, ദൈവത്തിലെ ആശ്രയം വർദ്ധിക്കട്ടെ. എനിക്ക് നോക്കുവാൻ എൻ്റെ യേശുവുണ്ട്. ഞാൻ മുറുകെ പിടിക്കുന്ന എൻ്റെ കർത്താവിനെയാണ്. അവൻ്റെ വാഗ്ദത്തങ്ങളൊന്നും മാറിപ്പോകുന്നില്ല. അവൻ പറഞ്ഞാൽ പറഞ്ഞതാണ്, അതതുപോലെ സംഭവിക്കും.
ഞാൻ അതിനെ വിശ്വസിക്കുന്നു, ഞാൻ അതിനെ വിശ്വസിക്കുന്നു. ഈ പുതുവർഷത്തിലും അവൻ എനിക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന ദൈവമത്രേ. അവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എൻ്റെ ഭവനത്തിലുണ്ട്. എൻ്റെ തലമുറകളുടെ മേൽ ഒരു ദൈവിക സ്വാധീനം, ഒരു ദൈവിക പ്രവൃത്തി, ദൈവിക കരുതൽ. ചില സമയങ്ങൾ അതരങ്ങളൊന്ന് ചലിപ്പിച്ച് അന്യഭാഷ വരം ലഭിച്ചവരൊക്കെ അന്യഭാഷകളിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ ഞങ്ങളെ ആരാധിക്കുന്നു. എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ, എല്ലാ പ്രയാസങ്ങളും മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ദൈവശക്തി ചലിക്കട്ടെ, പുതുവഴികൾ തുറക്കപ്പെടട്ടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ വഴികൾ ഓ ഈ രാത്രിയിൽ തുറക്കപ്പെടട്ടെ. We worship you, Lord. We glorify your name. Sharatarata, laratara banabaude, laktareria. Oh, hallelujah, 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 hallelujah. കൈമക്കാരങ്ങളൊക്കെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ഓ ഹല്ലേലൂയ, 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 hallelujah, hallelujah. അങ്ങേക്കു തുല്യനായി ആരുമില്ല, അങ്ങല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ. നീയാണ് ദൈവമേ എൻ പിതാവേ. അങ്ങേക്ക് തുല്യനായി, അങ്ങേക്ക് തുല്യനായി ആരുമില്ല, അങ്ങല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ. നീയാണ് ദൈവമേ എൻ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പോടെന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, hallelujah, oh hallelujah, hallelujah, hallelujah. ഒരിക്കൽ കൂടെ നാം ചേർന്ന് hallelujah, hallelujah, hallelujah. ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവത്തിന് തുല്യം ചൊല്ലുവാൻ മറ്റൊരു ദൈവമില്ല. അവൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഈ ഭൂമിയിൽ ഞാൻ മറ്റാരെയും കണ്ടിട്ടില്ല. അവൻ എന്നെ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കുവാൻ ഇന്ന് വരെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ആ സ്നേഹത്തിൽ തുടരേണ്ടതിന്, ആ ദൈവകൃപയിൽ തന്നെ ആശ്രയിക്കേണ്ടതിനും, കർത്താവിനെ വിട്ടുമാറാതെ തന്നോട് ചേർന്ന് നടക്കേണ്ടതിനും,
ഒരു പുതുകൃപ അവൻ നമ്മുടെ മേൽ പകരട്ടെ. അവൻ നമ്മുടെ മേൽ പകരട്ടെ. അവൻ നമ്മുടെ മേൽ പകരട്ടെ, പകരട്ടെ, പകരട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. മുഴുമഹത്വം അങ്ങേക്ക് ഞങ്ങളുടെ പുത്രനാമ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഈ മനോഹരമായ ഇവിടെ ഞങ്ങൾക്ക് പ്രഭാതം, അവിടെ വൈകുന്നേരം നല്ല ബഹുമാനപ്പെട്ട പാസ്റ്റർ, കുടുംബം, ദൈവസഭ, സഭയുടെ എൽഡേഴ്സ് എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ഈ രീതിയിലായിരിക്കുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. Blessed are those who are persecuted because of righteousness. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. For theirs is the kingdom of heaven. Blessed are you when people insult you, persecute you, and falsely say all kinds of evil against you because of me. Rejoice and be glad, because great is your reward in heaven. Praise God. ദൈവം നമ്മളോട്, ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ആരാണ് യഥാർത്ഥത്തിൽ blessed people? Who are the blessed people according to the word of God? ലോകം എന്തു പറയുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകം പറയും പണമുള്ളവരാണ് ബ്ലസ്സഡ് പീപ്പിൾ. ലോകം പറയും ലോകത്തിലെ സൗകര്യങ്ങളെല്ലാം ഉള്ളവരാണ് ബ്ലസ്സഡ് പീപ്പിൾ. ലോകം പറയും those who have power in this world, they are the blessed people. നമ്മൾ തീർച്ചയായിട്ടും ഈ ദൈവം പറയുന്ന, ദൈവാത്മാവ് പറയുന്ന, ദൈവവചനം പറയുന്ന ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഇത്തരം വാക്യങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്, എത്രമാത്രം അത് നമ്മൾ ധ്യാനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും നമുക്ക് ചിന്തിക്കാം. 5, 6, 7, 5, 6, 7 വാക്യങ്ങൾ സർമൺ ഓൺ ദ മൗണ്ട്, പഹാടി ഉപദേശ്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ, ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ യേശുക്രിസ്തു തന്നെ പ്രസ്താവിക്കുന്ന അധ്യായങ്ങളാണ്. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി എല്ലാ ദിവസവും വായിച്ചിരുന്ന വേദപുസ്തക ഭാഗം. എവറി ഡേ he would read this portion. ഞാൻ ഇന്ന് രാവിലെ ഒരു വീട്ടിൽ വന്നപ്പോൾ അവിടെ നിന്നും ബൈബിൾ എടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ തുറക്കുന്നുണ്ടോ? തുറക്കുന്നുണ്ടായിരിക്കും, വായിക്കുന്നുണ്ടായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കമ്പ്യൂട്ടർ തുറക്കുന്നതിന് മുൻപ്, ഇന്റർനെറ്റ് തുറക്കുന്നതിന് മുൻപ്, നമ്മൾ ചാറ്റ് ബോക്സ് തുറക്കുന്നതിന് മുൻപ്, നമ്മുടെ ജോലിക്ക് വേണ്ടി ഓഫീസ്, കമ്പ്യൂട്ടർ, വാട്ടെവർ ഇറ്റ് മേ ബി, സിസ്റ്റം തുറക്കുന്നതിന് മുൻപ് നമ്മൾ ദൈവത്തിന്റെ വചനം തുറക്കണം. ദൈവത്തിന്റെ വചനം തുറക്കണം. ദൈവവചനത്തിന് 1-ാം സ്ഥാനം നൽകിയാൽ ദൈവം നമുക്ക് 1-ാം സ്ഥാനം നൽകും. ദൈവവചനത്തിന് നമ്മൾ 1-ാം സ്ഥാനം നൽകിയാൽ ദൈവം നമുക്ക് 1-ാം സ്ഥാനം നൽകും. And we will receive the wisdom of God, not of the world. ദൈവം നമുക്ക് ലഭിക്കും. 2025 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 2024 ഒരു തവണ എനിക്ക് മുഴുവൻ ബൈബിളും വായിച്ചു തീർക്കാൻ കഴിഞ്ഞു എന്ന് നമ്മളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും? നമുക്ക് അനുഗ്രഹങ്ങൾ ഇഷ്ടമാണ്, ജോലിയിൽ പ്രമോഷൻ ഇഷ്ടമാണ്, അല്പം കൂടെ നല്ലൊരു വീട് ഇഷ്ടമാണ്. ദൈവവചനം വായിക്കുന്നത് ഇഷ്ടമാണോ?
ദൈവവചനം ധ്യാനിക്കുന്നത് ഇഷ്ടമാണോ? നമ്മളൊക്കെ വളരെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ കഴിവുള്ളവരാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം നമ്മൾ ഒന്ന് പഠിക്കുവാൻ തുടങ്ങിയാൽ അത് നമ്മളെ ചിന്തിപ്പിക്കും, നമ്മളെ അത്ഭുത സ്തബ്ധരാക്കും. അതെ, കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ സജി, അദ്ദേഹം ശിശു ഹൃദ്രോഗ വിദഗ്ധനാണ്. അദ്ദേഹം കാർഡിയോളജിസ്റ്റ് ആണ്, കുഞ്ഞുങ്ങളുടെ. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ടോക്ക് ഞാൻ അല്പം ശ്രദ്ധിച്ചു. അദ്ദേഹം പറയണം, ഒരു നെല്ലരിയോളം വലിപ്പത്തിലുള്ള ഹൃദയം. അദ്ദേഹം പറയണം, ഞാൻ കുഞ്ഞുങ്ങളെ അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരോട് പറയും. ആ കുഞ്ഞ് അങ്ങോട്ട് വളർന്നു വരുമ്പോൾ അതിന്റെ ഹൃദയത്തിനൊരു നെല്ലരിയോളം വലിപ്പമേ ഉള്ളത്രേ. അതിങ്ങനെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സുന്ദര രൂപം, ആ ഹൃദയവും ആ ഓർഗൻസും എല്ലാം. DNA, ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ്, അതിനെപ്പറ്റി ബിൽ ഗേറ്റ്സ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. DNA ഈസ് ലൈക്ക് എ സോഫ്റ്റ്വെയർ, ബട്ട് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ വി എവർ ക്യാൻ ഇമാജിൻ. അപ്പോഴാണ് നമ്മൾ പിള്ളേർ പറയുന്നത്, ഞാൻ കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. അങ്ങനെയാണ് പിന്നെ ശ്വസിക്കണ്ട, ശ്വാസം കണ്ടിട്ട് ശ്വസിച്ചാൽ മതി, ഓക്സിജൻ കണ്ടിട്ട് ശ്വസിച്ചാൽ മതി. സോ ഈ പുസ്തകം നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ ഈ പുസ്തകം തരാൻ വേണ്ടി ബെഞ്ചമിൻ ബെയ്ലി തനിക്ക് കൊടുക്കേണ്ടി വന്നത് 2 കുഞ്ഞുങ്ങളെയാ. തന്റെ 2 കുഞ്ഞുങ്ങൾ പാമ്പ് കടിയേറ്റു മരിച്ചു. നമ്മൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചിലപ്പോഴൊക്കെ അല്പമൊക്കെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. ഞങ്ങൾ ബീഹാറിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ 1ാമത്തെ കുഞ്ഞ് അവിടെ നഷ്ടപ്പെടുകയായിരുന്നു. കാരണം ഹോസ്പിറ്റൽ ഇല്ല. ഹോസ്പിറ്റലിലേക്ക് എൻ്റെ വൈഫിനെ കൊണ്ട് പോയപ്പോൾ അവർ പറഞ്ഞു, ഇപ്പൊ വേണ്ട, വൈകിട്ട് വരാൻ പറഞ്ഞു. ബ്ലീഡിങ് ഒക്കെ ഉള്ള സമയം, വീട്ടിൽ പോയിട്ട് വൈകിട്ട് വരാൻ പറഞ്ഞു. വീട്ടിൽ പോയപ്പോ കുഞ്ഞ് നേരെ പോയത് ടോയ്ലറ്റിലോട്ടാണ്. 1ാമത്തെ കുഞ്ഞ് അങ്ങനെ നഷ്ടപ്പെട്ടു. 45 ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അന്ന് 65 മറ്റോ. അമേരിക്കയിലേത് 7. കേരളത്തിലേതാ 40 ആയിരിക്കും. നോ, ഇറ്റ് ഈസ് 7. അമേരിക്കയിലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും കേരളത്തിലേതും സെയിമാണ്. ഇതൊക്കെ എങ്ങനെയാ സാധിച്ചത്? നമ്മുടെ നാട്ടിൽ മിഷനറിമാർ എത്തി. മിഷനറിമാർ നമുക്ക് പള്ളികൾ തന്നു, ദൈവവചനം തന്നു, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ തന്നു. യൗവനക്കാരെ, ഈ ബൈബിളൊന്നും വായിക്കാൻ കഴിവുള്ളവരല്ലായിരുന്നു നമ്മുടെ ആളുകൾ. അക്ഷരാഭ്യാസം ഇല്ലായിരുന്നു. അപ്പോൾ പള്ളിയോടുകൂടെ പള്ളിക്കൂടം തുടങ്ങി. അങ്ങനെ നമുക്ക് അക്ഷരാഭ്യാസം ലഭിച്ചു. 1ാമത്തെ കോളേജ് മിഷനറിമാർ തുടങ്ങി, CMS കോളേജ് കോട്ടയം. ആ കോളേജിൽ പഠിപ്പിക്കാൻ കർത്താവ് എനിക്ക് അവസരം. അവിടെയാണ് ബെഞ്ചമിൻ ബെയ്ലി അതിന്റെ 1ാമത്തെ പ്രിൻസിപ്പൾ ആയിരുന്നു. പള്ളിക്കൂടങ്ങൾ, 1ാമത്തെ ഗേൾസ് ഹൈസ്കൂൾ കോട്ടയത്ത് മിഷനറിമാരുടെ ഭാര്യമാര് തുടങ്ങി. ഇന്ന് ബഹുമാനപ്പെട്ട ദൈവദാസൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മെഡിക്കൽ ക്യാമ്പിന് പോകാൻ ആരെങ്കിലും ഉണ്ടോ? 65 ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ള സ്ഥലത്തേക്ക് ഒരാഴ്ച നമുക്ക് ഒരവധി എടുത്ത് പോകാൻ പറ്റത്തില്ലേ? ഞങ്ങൾ 25 വർഷമായിട്ട് ഇവിടെ. ഞാൻ MSc-യും എൻവയറമെന്റൽ സയൻസിൽ റിസർച്ചും കഴിഞ്ഞ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച് വിദേശത്ത് ജോലി ചെയ്ത് 29ാമത്തെ വയസ്സിൽ മിഷൻ ഫീൽഡിലെത്തി. 25 വർഷം കഴിഞ്ഞു. 25 ദിവസത്തേക്ക് പോലും വരണ്ട, ഒരു 7 ദിവസത്തേക്ക് വരാമോ? ഒരു 5 ദിവസത്തേക്ക്. നമ്മുടെയൊക്കെ നാട് മാറിയത് ഈ വചനം കൊണ്ടാണ്. ഞങ്ങൾ ഓരോ സ്ഥലത്തൂടെയും പോകുമ്പോൾ ആ സ്ഥലങ്ങൾ കാണുമ്പോൾ, കേരളവുമായി അതിനെ തട്ടിച്ചു നോക്കുമ്പോൾ, വാട്ട് ദിസ് വേർഡ് പ്രൊവൈഡഡ് us, ഈ ദൈവവചനം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഉള്ളൂ.
സോ ഈ വചനം ഇത് ധ്യാനിക്കുമ്പോൾ മുത്തുകളാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ദിസ് പോർഷൻ വാട്ട് ഈസ് സേയിങ്, ബ്ലെസ്സഡ് ആർ those who are persecuted because of righteousness. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാൻ. കർത്താവിന്റെ നാമനിമിത്തം കഷ്ടതയിലൂടെ കടന്നു പോകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രസംഗം അവസാനമായി കേട്ടത് എപ്പോഴാണ്? എങ്ങനെ ലോകത്തിലെ അനുഗ്രഹം കിട്ടുമെന്നുള്ള പ്രസംഗമല്ല, എങ്ങനെ നമ്മളുടെ മക്കൾ കുറച്ചുകൂടെ മിടുക്കരാകും എന്നുള്ളതിനെ പറ്റി പ്രസംഗം നമ്മൾ കേൾക്കുന്നു. പക്ഷെങ്കിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ കർത്താവിന്റെ നാമനിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. ദൈവത്തിന്റെ വചനമാണ്. എന്തുകൊണ്ടാണ് ഉല്ലസിക്കേണ്ടത്? ബിക്കോസ് ഗ്രേറ്റ് ഈസ് യുവർ റിവാർഡ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം വേണ്ടേ? ഈ ലോകത്തിലെ പ്രതിഫലം എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും. ഒരു ദേവദാസൻ ചോദിച്ചു, വാട്ട് യു വാണ്ട് ടു ബി റിട്ടൺ ഓൺ യുവർ ടൂം? നിങ്ങളുടെ ശവകുടീരത്തിൽ എന്ത് എഴുതി വെക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ശവകുടീരത്തിൽ, നമ്മളുടെ ശവകുടീരത്തിൽ എന്ത് എഴുതി വെക്കണം? ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ളയാളെന്നോ? പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്വഭാവം എന്തുവായിരുന്നു? ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനായി, അല്ലേ? സ്വർഗത്തെക്കാൾ ഉയർന്നവൻ. സ്വർഗവും തന്റെ മുൻപിൽ പരിശുദ്ധമല്ലാത്തത്ര വിശുദ്ധിയുള്ളവൻ, സ്വർഗത്തെക്കാൾ നിർമ്മലതയുള്ളവൻ, സ്വർഗത്തെക്കാൾ ഉയർന്നവൻ. എന്താ സംഭവിച്ചത്? താൻ എന്താ ചെയ്തത്? ഗലാത്യ ലേഖനം 1:4 പറയുന്നു, താൻ തന്നെ ഉനോനെ അപ്പനെ ആപ്കോ ദേ ദിയാ. ആരും നിർബന്ധിച്ചിട്ടല്ല. ഓ അപ്പനെ ആപ്കോ ദേ ദിയാ ഹമാരെ ലിയേ. നമുക്ക് വേണ്ടി താൻ തന്നെത്താൻ ഏൽപ്പിച്ചു. അതെ, എങ്ങനെ ഏൽപ്പിച്ചേ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, അപ്പനെ ആപ്കോ ശൂന്യ കിയ, दास बनाया, मनुष्य बन गया, मर गया, साधारण मृत्यु नहीं, दुनिया का सबसे हीन, निंदित, दर्दनाक मृत्यु. സ്വർഗത്തെക്കാൾ ഉന്നതനായിരുന്നവന്മാർ, പരമേശ്വർക്ക് തുല്യ, ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നവൻ, താൻ തന്നെ തന്നെ ശൂന്യനാക്കി. 5-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഫിലിപ്പിയർ 2:5, ക്രിസ്തു യേശുവിന്റെ സ്വഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും കസേരയ്ക്ക് വേണ്ടി വഴക്ക് പിടിക്കുന്നത്, ചിലപ്പോൾ പൈസ കൊടുത്തു വരെ ഡോക്ടറേറ്റ് മേടിക്കുന്നത്. പഠിച്ച് ഡോക്ടർ ആയിക്കോ, പഠിച്ച് ഡോക്ടറേറ്റ് കിട്ടട്ടെ, നല്ല കാര്യം. പക്ഷെങ്കിൽ ആളുകളുടെ മുൻപിൽ ആളാകാൻ ഒരു ഡിഗ്രിയും വേണ്ട, ഒരഹങ്കാരവും വേണ്ട. അത് വീട് കൊണ്ടായാലും വാഹനം കൊണ്ടായാലും നമ്മുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല, നമ്മളിൽ ദൈവത്തിന്റെ സ്വഭാവം ഇല്ല. നിങ്ങളിൽ ഏറ്റവും വലിയവൻ എല്ലാവർക്കും ദാസനാകണം. കാല് കഴുകണം. നമ്മുടെ സ്വഭാവം എന്തായിരിക്കണം? കർത്താവിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടപ്പെടുവാനുള്ള ഒരു മനസ്സ്. എന്തുകൊണ്ടാണ് ഈ കഷ്ടത? എന്തുകൊണ്ടാണ് ഈ കഷ്ടതയിൽ സന്തോഷിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അത് ആഗ്രഹിക്കേണ്ടത്? വൈ വി ഷുഡ് ഡിസയർ ടു സഫർ ആസ് ക്രിസ്ത്യൻസ്? കർത്താവിന്റെ മക്കളായ നമ്മൾ കഷ്ടതയിൽ സന്തോഷിക്കേണ്ടത് എന്തുകൊണ്ടാ? 2 കാര്യങ്ങൾ. 1, സ്വർഗരാജ്യം അവർക്കുള്ളത്. 3 കാര്യം. 1, they are the really blessed people. നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം വേണമല്ലോ. എനിക്ക് വേണം അനുഗ്രഹം. ആരാ അനുഗ്രഹിക്കപ്പെട്ടോ? ആരാ ഭാഗ്യവാന്മാർ? ലോട്ടറി അടിക്കുന്നവരല്ല,
അനുഗ്രഹിക്കപ്പെട്ടവർ ദൈവത്തിന്റെ വചനം പറയുന്നു, അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവർ ഭാഗ്യവാൻ. അപ്പോൾ യഥാർത്ഥ ഭാഗ്യം കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നു. എന്താ കാര്യം? ബാക്കി എല്ലാ ഭാഗ്യവും അവസാനിക്കുക. എന്നാൽ കർത്താവിന് വേണ്ടി ഞാൻ കഷ്ടത അനുഭവിക്കുമ്പോൾ രണ്ടാമത്തെ റീസൺ നമ്മൾ ഇവിടെ കാണുന്നു, സ്വർഗത്തിൽ സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്കുള്ളത്. സോ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവർ, ദൈവത്തിന്റെ വചനമാ പറയുന്നേ, theirs is the kingdom of heaven. സ്വർഗരാജ്യം അവർക്കുള്ളത്. മൂന്നാമത്തെ റീസൺ എന്താ? യു ഹാവ് റിവാർഡ് ഇൻ ഹെവൻ. 12-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ വലിയ പ്രതിഫലം. സ്വർഗരാജ്യത്തിൽ അപ്പോൾ ചെറിയ പ്രതിഫലവുമുണ്ട്, വലിയ ഗ്രേറ്റ് ഈസ് യുവർ റിവാർഡ് ഇൻ ഹെവൻ. വലിയ പ്രതിഫലവുമുണ്ട്, ചെറിയ പ്രതിഫലവുമുണ്ട്. ഒരു കഷ്ടവും സഹിക്കാതെ, പണ്ട് സൺഡേ സ്കൂളിൽ ഒരു കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നിനക്ക് ആരാകണം, ലാസർ ആകണോ ധനവാനാകണോ? അവൻ മിടുക്കനായിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് ഭൂമി വെച്ച് ലാസർ ആകണം, മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, അല്ല ഭൂമി വെച്ച് ധനവാനാകണം, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ലാസർ ആകണം. അപ്പൊ അവൻ മിടുക്കനായി. ഇവിടെയും അവന് സൗഭാഗ്യം വേണം, സ്വർഗത്തിലും. അവൻ കാര്യം മനസ്സിലാക്കി. പക്ഷെങ്കിൽ സ്വർഗത്തിൽ പ്രതിഫലം ആർക്കാ? കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കും. പ്രിയമുള്ളവരെ, നമ്മളത് സ്വപ്നം കാണും. അതെ, എന്റെ സാക്ഷ്യം പറയുമ്പോ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇദ്ദേഹത്തിനെ പുകഴ്ത്താൻ വേണ്ടി പറയാണെന്ന്. എനിക്ക് എന്റെ കാര്യം ദൈവവചനം കഴിഞ്ഞാൽ പിന്നെ നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ പറയാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ദാറ്റ് ഈസ് ടു എൻകറേജ് യു. ഞങ്ങള് ബീഹാറിൽ എത്തുമ്പോൾ അത് അറിയപ്പെടുന്നത് ഗ്രേവിയാർഡ് ഓഫ് മിഷൻസ് എന്ന, സുവിശേഷത്തിന്റെ ശവപ്പറമ്പ്. ഞങ്ങളവിടെ ചെന്നപ്പോ ആളുകൾ പറഞ്ഞു, എവിടെ വേണമെങ്കിലും പൊക്കൂ, പക്ഷെ ബീഹാറിൽ പോകരുത്. എവരിബഡി സെഡ് ഡോണ്ട് ഗോ ടു ബീഹാർ. ദൈവം പറഞ്ഞു, ഡോണ്ട് ലീവ് ബീഹാർ. ജീവൻ ഉണ്ടെങ്കിൽ ബീഹാറിൽ പോകരുതെന്ന് എല്ലാരും പറഞ്ഞു. കർത്താവ് മാത്രം പറഞ്ഞു, ജീവൻ ഉണ്ടെങ്കിൽ ബീഹാറിൽ നിന്നും പോകരുത്. എന്താ ബീഹാറിൽ പോകരുതെന്ന് പറയാൻ കാര്യം? ഏറ്റവും കൂടുതൽ ശിശു മരണനിരക്ക്, ഏറ്റവും കൂടുതൽ കൊലപാതകം, കിഡ്നാപ്പിംഗ്, ഏറ്റവും പാവപ്പെട്ടവർ, പഠിക്കാൻ സ്കൂളില്ല. ഞങ്ങളുടെ കുട്ടികൾ പഠിച്ച സ്കൂളിൽ ഇംഗ്ലീഷും അവർ ഹിന്ദിയിലാണ് പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി പഠിപ്പിക്കുന്ന സ്കൂൾ കണ്ടിട്ടുണ്ടോ? അവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു. മുടിയെ പൊക്കിയെടുക്കുമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ടീച്ചർമാര്. സ്റ്റുഡൻസ് അല്ല, ടീച്ചർമാർ. ഏറ്റവും പുവർ ഹെൽത്ത് ഫെസിലിറ്റി, ഏറ്റവും കൂടുതൽ കറപ്ഷൻ ആസ് പെർ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ, ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ആസ് പെർ ഇന്ത്യൻ റെക്കോർഡ്സ്. എന്റെ സബ്ജക്ട് പൊല്യൂഷൻ ആയിരുന്നു. പക്ഷെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഞങ്ങളുടെ വീട് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില്ല, തിരുവല്ലയ്ക്ക് അടുത്ത് മല്ലപ്പള്ളി. ഏറ്റവും നല്ല വായു പത്തനംതിട്ട ജില്ലയിലേതാ, ഇന്ത്യയിൽ. അവിടെ എനിക്ക് എല്ലാ മാസവും ആസ്മയുടെ അസുഖം വരും. എന്നെ ദൈവം അയച്ച എവിടേക്കാ? പട്ടണയിലേക്കാ. അവിടെ ഇപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഞാനിപ്പോ പട്നയ്ക്ക് വെളിയില, അവിടെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 6 ഡിഗ്രി 7 ഡിഗ്രി. 7 ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ തണുപ്പല്ല, പക്ഷെ അവിടെ ഒരു ഹീറ്റിംഗ് സിസ്റ്റം ഇല്ല. നോ ഹീറ്റിംഗ് സിസ്റ്റം. പൊടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൊടി, പൊല്യൂഷൻ. പക്ഷെ ദൈവം ഒരു അത്ഭുതം ചെയ്തു. എല്ലാ മാസവും ആസ്മ വരുന്ന എനിക്ക് കഴിഞ്ഞ 25 വർഷം ഒരിക്കൽ പോലും ആസ്മ വന്നില്ല. ഗോഡ് ക്യാൻ ഡു മിറക്കിൾ. ദാനിയേലിന്റെ കൂടെ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. ശദ്രക് മേശക് അബേദ്നെഗോനോടൊപ്പം തീച്ചൂളിയിലേക്ക് ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മൾ തീയിൽ കൂടി കടന്നാൽ വെന്തുപോകുകയില്ല. കൂരിരുൾ താഴ്വരയിലൂടെ കടക്കുമ്പോഴും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്റെ ദൈവം എന്നോടുകൂടെ. ഞാൻ ഒരിക്കൽ ഒരിടത്ത് പ്രസംഗിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പിടിച്ചു, ഓടി വന്ന് അടുത്തതിന് അടികൊള്ളാൻ വേണ്ടി തയ്യാറായി. ഞാൻ സ്റ്റേജിൽ നിൽക്കുക, ഒരു ക്രൂസൈഡാ. അവിടെ ആരും
വിശ്വാസികളില്ല, പുതുതായിട്ടുള്ള ഒരു സ്ഥലം. ആരും എന്നെ സഹായിക്കാൻ വന്നില്ല. അവർ വരാതിരുന്നത് നന്നായി. ഞങ്ങളൊരു 10 15 പേരുണ്ടായിരിക്കും. അവര് ധാരാളം ആളുകൾ. അവര് വന്നാൽ അടി നടക്കും. ഞാൻ അടി കൊള്ളാൻ വേണ്ടി തയ്യാറായി നിന്നു. ഇങ്ങനെ എന്നെ പിടിച്ച മനുഷ്യൻ പിടിവിട്ടിട്ട് അങ്ങ് പോയി. ഞാൻ വിചാരിച്ചു, അയ്യോ ഇതെന്തൊരു കഷ്ടമാണ്, ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെ പോയത്. എന്നെ ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചു. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ഞാൻ അതിനു ചുറ്റും ഒരു തീ മതിലായിരിക്കും. ദൈവത്തിന്റെ അനുവാദമില്ലാതെ നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ എത്ര പ്രശ്നമുഖരിതമായ സ്ഥലത്തായിരുന്നാലും നിങ്ങളെ തൊടുവാൻ ശത്രുവിന് കഴിയില്ല, ആർക്കും കഴിയില്ല. ദൈവം അനുവദിക്കാതെ അത് സാധിക്കില്ല. ദൈവം അനുവദിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. അതിന്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ഒരിക്കലിനെ ആളുകൾ അടിച്ച് ഓടിച്ചു. ഒരു മീറ്റിംഗ് പ്രസംഗിക്കുക, അന്നത്തെ ഏറ്റവും വലിയ ആൾക്കൂട്ടമാണ്, 7 പേരുണ്ടായിരുന്നു. അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കരമായ അടിയുണ്ട്. അന്നാണ് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാകുന്നത്, ആ യാത്രയോ ആ സംഭവം ഓർക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, എല്ലാ വഴിയും കണ്ടുപിടിക്കാൻ GPS-ന്റെ ആവശ്യമില്ല. ആ അടി കൊണ്ടൊരു ഒറ്റ ഓട്ടമായിരുന്നു, തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ നമ്മൾ GPS നോക്കണ്ടല്ലോ വഴി കണ്ടുപിടിക്കാൻ. ഇവർ പറഞ്ഞു, ഇതർച്ചെ ഭാഗോ കബീനഹിയാനാന്ന് പറഞ്ഞു. ഓടിക്കോണം, ഇനി ഒരിക്കലും വരരുതെന്ന് പറഞ്ഞു. കർത്താവ് അത് തന്നെ പറഞ്ഞു, ഓടിക്കോളാൻ പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് 7 ചർച്ചുണ്ട്, 7 10 10 വിശ്വാസികളുണ്ട്, 10 ഗ്രാമങ്ങളിൽ പ്രവർത്തനമുണ്ട്. ദൈവവും പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു, അവരും പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു, ദൈവവും പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു. ഓടി. ബീഹാറിന്റെ 38 ജില്ലകളിലൂടെയും ഓടി. 38 ജില്ലകളിലും സഭകളുണ്ടായി. നിങ്ങൾ വരണം, നിങ്ങളെ കൊണ്ടുപോകാം. ഒന്ന് വരണം പ്രിയമുള്ളവരെ. അല്പം നമുക്ക് അല്പസമയമൊക്കെ മാറ്റിവെച്ചാൽ ഒരു നഷ്ടം വരത്തില്ല. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും നഷ്ടം വരത്തില്ല. എന്തായാലും എത്രയായാലും ഇത്രയല്ലേ ഉള്ളൂ നമ്മുടെ ലൈഫ്. നമുക്ക് ദൈവത്തിന് വേണ്ടി ചില ദേശങ്ങളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കണം, പോകണം. ഭാരതം നമ്മളുടെ ഉത്തരവാദിത്വം. എനിക്കറിയാം മെക്സിക്കോ നിങ്ങൾക്ക് അടുത്തായിരിക്കും, സൗത്ത് അമേരിക്ക അടുത്തായിരിക്കും. പക്ഷെ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ മിഷൻ ഫീൽഡാണ്. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ റിവൈവൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നോർത്ത് ഇന്ത്യ. ഞാൻ പറഞ്ഞല്ലോ, 10 വിശ്വാസികളുള്ളപ്പോൾ, 10 സഭകളുള്ളപ്പോൾ, 10 സഭകൾ 10 വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒരു സഭയിൽ ഒരു വിശ്വാസി. ആ സമയത്ത് ദൈവം ഓടിച്ചു. 38 ജില്ലകളിലെ സഭകളുണ്ടായി. 10 പ്രവർത്തനങ്ങൾ, 10 ഗ്രാമങ്ങളിൽ പ്രവർത്തിച്ച സ്ഥാനത്ത് ഇന്ന് 3500 ഗ്രാമങ്ങളിൽ കൂട്ടായ്മകൾ തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഇങ്ങനെ ഒരാളെ, ഇദ്ദേഹത്തെ കണ്ടിട്ട് ഒരു സെന്റർ പാസ്റ്റർ ഗമ പോലും ഇല്ല, പിന്നെ ഇദ്ദേഹത്തെ ഉപയോഗിച്ചെന്നോ? ആര് പറഞ്ഞു? നിങ്ങൾ വരണം. നിങ്ങൾ വന്നാൽ ദൈവപ്രവർത്തി നിങ്ങൾ കാണും. God is doing mighty things. ദൈവം അത് ചെയ്തു. എനിക്ക് ഹിന്ദി അറിയത്തില്ലായിരുന്നു. മുझको एक ही शब्द हिंदी में बोलना आता था, वो ये था, हिंदी नहीं मालूम. ഹിന്ദി പറയാൻ ഒറ്റ വാചകമേ അറിയത്തുള്ളായിരുന്നു. ഇതാ, ഹിന്ദി നഹി മാലൂം. എന്നുവെച്ചാൽ ഹിന്ദി അറിയത്തില്ലെന്ന് പറയാനേ ഹിന്ദിയിൽ അറിയത്തുള്ളായിരുന്നു. आज अगर आप हमको बताते हिंदी में प्रचार करो, हम और तेजी से प्रचार करते. ഇന്ന് മലയാളത്തെക്കാട്ടിൽ ഫ്ലുവന്റ് ആയിട്ട് ഹിന്ദി പ്രസംഗിക്കാൻ പറ്റും. ഞാൻ പറയുന്നത്, കർത്താവിന് വേണ്ടി ഒരല്പം, ഒന്നും സഹിക്കുന്നില്ല, ഒരല്പം കഷ്ടത സഹിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മൾ കാണും. കർത്താവ് കഷ്ടത സഹിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ സന്തോഷിക്കുന്നത്. പാപമറിയാത്തവൻ 2 കോരിന്ത്യർ 5:21 പാപം ജോ പാപ സേ അജ്ഞാത വോ ഹമാരെ ലിയേ പാപ ബൻ ഗയാ. പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായില്ലേ? നമുക്ക് വേണ്ടി പാപമായില്ലേ? അവന്റെ മുഖത്ത് ആളുകൾ തുപ്പിയില്ലേ? ഒരാളാണോ? 2 പേരാണോ? ഇന്ന് ഈ സൂം മീറ്റിംഗിൽ 150-ലധികം ആളുകളുണ്ട്, ഡിവൈസസ് ഉണ്ട്. യേശുവിനെ തുപ്പിയത് ഒരു കൂട്ടം, മേ ബി ദാറ്റ് നമ്പർ വൺ സ്റ്റഡി സൈസ് 600. ആ ഒരു ഗ്രൂപ്പിലെ പട്ടാളക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അനേകർ ഒന്നിച്ച് യേശുവിനെ തുപ്പി, യേശുവിനെ തല്ലി. ആ തല്ലുകൊണ്ട യേശുവിന്റെ രൂപം ഒരു മനുഷ്യനാണോ?
ഒരു മൃഗമാണോ? ആകൃതി നഷ്ടപ്പെട്ടു പോയില്ലേ? ഓ, ഇത് മനസ്സിലാവുന്നുണ്ടോ? എനിക്കിത് മനസ്സിലാവുന്നുണ്ടോ? നമുക്കിത് മനസ്സിലാവുന്നുണ്ടോ? എന്താ നമ്മുടെ സ്വപ്നം? ഞാൻ കഴിഞ്ഞ ഒരിടത്ത് പോയപ്പോ, കഴിഞ്ഞ ദിവസം ഒരിടത്ത് പോയപ്പോ പാട്ട് കേട്ടു. യേശുവെ പോലെയാകുക, യേശുവിൻ വാക്കു കേൾക്കുക, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. എന്ത് മനോഹരമായ പാട്ട്! യേശുവെ പോലെയാകുക. യേശുവെ പോലെയാണോ ആകുന്നത്? പല ചർച്ചിലും കസേര വരെ എണ്ണിയിട്ടിരിക്കുക. ഇവിടെ തോമാച്ചായൻ, ഇവിടെ മത്തായിച്ചായൻ, ഇവിടെ മറിയാമാമ, ഇവിടെ കുഞ്ഞമ്മാമ. മറിയാമ്മയുടെ കസേര എങ്ങാണോ ആരെങ്കിലും കയറി വന്ന പിന്നെ യേശുവെ പോലാണോ അല്ലയോ എന്ന് അന്നേരം അറിയാം. സൂം മീറ്റിംഗ് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഏതായാലും ദൈവം സഹായിച്ചു. എന്റെ പ്രിയമുള്ളവരെ, കർത്താവ് എവിടെ, നമ്മൾ എവിടെ? കീബോർഡ് വായിക്കുമ്പോൾ വരുന്ന ആത്മീയതയല്ല, യേശുവെ പോലെ. യേശുവെ പോലെ താഴുവാൻ യേശുവിന്റെ സ്വഭാവം. ഒരു മിഷൻ യാത്ര പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട് പാസ്റ്റർ, ഇസ്രായേലിൽ പോയിട്ടുണ്ട്. അത് മിഷൻ യാത്രയല്ല കേട്ടോ, അത് പ്ലഷർ യാത്രയാ. അതിനെ മിഷൻ യാത്രയെന്ന് വിളിക്കല്ലേ. ഒരപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഞാൻ 2 തവണ പോയി, എല്ലാ വർഷവും പോകാൻ തോന്നി. കർത്താവിന്റെ കാല് പതിഞ്ഞ മണ്ണല്ലേ. ഞാൻ വിചാരിച്ചു കർത്താവ് കാശ് കൂടുതലുണ്ടെങ്കിലും ഉണ്ടാകുന്ന അസുഖങ്ങളെ. ചില ചർച്ചിൽ അനൗൺസ്മെന്റാ, ഞാൻ പോകുന്നു, പെട്ടെന്ന് പേരുതാ. ബീഹാർ ആരുമില്ല. ഇസ്രയേല് കപ്പൽ യാത്ര, അയ്യോ ഇനി ആരും പറയരുതേ, നിറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ രജിസ്ട്രേഷൻ ക്ലോസ് ആയി. ബീഹാർ, UP ആരുമില്ല. യേശുവെ പോലെ ആകുവാൻ പാടാൻ രസമാ. നമുക്ക് യേശുവെ പോലെ ആകാൻ പ്രിയമുള്ളവരെ, യേശുവെ പോലെ ആകാം. ഈ കാശൊന്നും നമ്മൾ എങ്ങും എത്തിക്കത്തില്ല. ഞാൻ 25 വർഷം കർത്താവിന്റെ വേലയ്ക്ക് വന്നു. 1ാം റാങ്കോടുകൂടെ MSc പാസ്സായി. ഇന്ന് എന്റെ ബാങ്കിൽ 20,000 രൂപയ്ക്ക് കൂടുതൽ കാണത്തില്ല. എന്റെ ഭാര്യ ഇന്ത്യയിൽ ഏറ്റവും നല്ല ജോലിയാണ് ചെയ്യുന്നത്. റിസർവ് ബാങ്ക്, നബാർഡ്, ഇത് രണ്ടും ഒരുപോലുള്ള ബാങ്കുകൾ. അതിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. ഒരു വീടും ഉണ്ടാക്കിയിട്ടില്ല, 1 സെന്റ് സ്ഥലം മേടിച്ചിട്ടില്ല. കൂടെ ജോലി ചെയ്യുന്നവർ കുറഞ്ഞത് വലിയ 4 വീടുണ്ടാക്കിയിട്ടുണ്ട്. അത് മുഴുവൻ ഞങ്ങൾ മിഷൻ വയലിൽ നിക്ഷേപിച്ചു. നമ്മൾ ഈ ലോകത്തിൽ നിക്ഷേപിക്കുന്ന നല്ല വലിയ കാര്യം. എനിക്ക് 5 വീടുണ്ട്, 10 വീടുണ്ട്, ആർക്ക് വേണം? ഒരു കാലം ഒരു വീട്ടിലും മറ്റേ കാലം മറ്റേ വീട്ടിലും വിൽക്കുവോ? ഇല്ലല്ലോ. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീൻ. നമുക്ക് മിഷൻ വയലുകളിൽ നിക്ഷേപിക്കാം. ദൈവം തന്റെ ഓമനകുമാരനെ നിക്ഷേപിച്ചത് മിഷൻ വയലിലാണ്. മിഷൻ വയലിൽ ടു സഫർ. യേശു കർത്താവ് പറഞ്ഞു, ഐ മസ്റ്റ് ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്. ന്യൂ കിങ് ജെയിംസ് വേർഷൻ. എന്താ ഫാദേഴ്സ് ബിസിനസ്? മോനെ, പോയി മരിക്കടാ, പോയി മരിക്ക. യേശു മരിച്ചതുകൊണ്ടല്ലേ നമുക്ക് ജീവൻ കിട്ടിയത്. യേശു ശാപമായതുകൊണ്ടല്ലേ നമ്മുടെ ശാപം മാറിയത്. ഗലാത്യ ലേഖനം 2:13, അവൻ നമുക്ക് വേണ്ടി ശാപമായി, നമ്മുടെ ശാപം മാറുവാൻ അവൻ നമുക്ക് വേണ്ടി ശാപമായി. He is our model. He is our model. യേശുവാണ് നമ്മുടെ. Praise God. So, അപ്പോസ്തലന്മാര് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാമത്തെ അധ്യായത്തിൽ 41-42 വാക്യങ്ങളിൽ കർത്താവിന് വേണ്ടി അപമാനിതരാകുവാൻ അവസരം കിട്ടിയപ്പോൾ അവർ സന്തോഷിച്ചു.
കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുവാൻ അവസരം കിട്ടിയപ്പോൾ അവർ സന്തോഷിച്ചു. കർത്താവിന് വേണ്ടി തല്ലുകൊള്ളുവാൻ അവസരം കിട്ടിയപ്പോൾ അവർ സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ അപ്പച്ചന്മാര് നിന്ന സഹിച്ചു, തല്ലുകൊണ്ടു, കഷ്ടപ്പെട്ടു, പട്ടിണി കിടന്നു. അങ്ങനെയാണ് നമ്മൾ കർത്താവിനെ അറിഞ്ഞത്. ദൈവദാസന്മാർ, കഴിഞ്ഞ ദിവസം ടി.എ. ചെറിയാൻ പാസ്റ്റർ മരിച്ചു, ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. 94 വയസ്സ്. ഞങ്ങളുടെ താമസിക്കുന്ന അന്നെന്റെ മാതാപിതാക്കളുടെ വെണ്ണിക്കുളം ഭാഗത്ത്, തെള്ളിയൂർ ഭാഗത്ത് അദ്ദേഹം നടന്നു വന്ന് സുവിശേഷം അറിയിച്ചു. അങ്ങനെ എന്റെ മാതാവും പിതാവും രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങൾക്ക് യേശുവിനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിന് പോകുമ്പോൾ എന്റെ സ്നേഹിതന്റെ മകളുടെ വിവാഹം പറഞ്ഞു, ഈ മോൻ ഈ അപ്പച്ചന്റെ, പ്രസിദ്ധനായ അപ്പച്ചന്റെ കൊച്ചുമകന്റെ മകനാണ്. എല്ലാവരും പറയാണ്, പ്രസിദ്ധനായ തോമാച്ചായന്റെ കൊച്ചുമകന്റെ മകനാണ്. എല്ലാവരും പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നി, ഇനി അടുത്ത ഇവന്റെ മോന്റെ കല്യാണം ആകുമ്പോൾ കൊച്ചുമകൻ എന്ന് പറയല്ലേ. കൊച്ചുമകൻ എന്തെങ്കിലും ചെയ്തോ? ടി.ജി. ഉമ്മച്ചൻ പാസ്റ്ററുടെ, കെ. എബ്രഹാം സാറിന്റെ, ഷാരോൺ തോമാച്ചായന്റെ മകൻ എന്ത് ചെയ്തു? കൊച്ചുമകൻ എന്ത് ചെയ്തു? കൊച്ചുമകന്റെ മകൻ എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, ഇത് നമ്മളുടെ സമയമാണ്. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലേ? ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നേഴ്സിംഗ് ഡിഗ്രി ഉണ്ട് അല്ലേ? കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡോക്ടറാണല്ലേ? കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തി. അമേരിക്കയിൽ നിന്ന് ഒരു ഡോക്ടർ അജു അദ്ദേഹം വന്ന് രോഗികളെ തൊട്ടു. അന്ന് അവിടെ വന്ന് ഒരു അപ്പച്ചൻ പറഞ്ഞു, ആജ് ഭഗവാനെ മുസ്കോ ചൂലിയ, ഇന്ന് ദൈവം എന്നെ തൊട്ടെന്ന്. അതുവരെ അദ്ദേഹത്തെ തൊട്ട സകല ഡോക്ടർമാരും സത്യത്തിൽ തൊട്ടത് അദ്ദേഹത്തിന്റെ പോക്കറ്റിലാണ്. അദ്ദേഹത്തിന്റെ പോക്കറ്റിലെ പൈസ അവരുടെ കൈ കിട്ടണം. പക്ഷെ ഈ ഡോക്ടർ തൊട്ടത് ഹൃദയത്തിൽ നിന്നാണ്. നിങ്ങളൊന്ന് സ്നേഹിച്ചാൽ, നിങ്ങളൊന്ന് കരുതലോടെ ഒന്ന് തൊട്ടാൽ, അത് അവരുടെ ജീവിതത്തെ മാറ്റും. അവരുടെ ജീവിതത്തെ മാറ്റും. വലിയ അത്ഭുതങ്ങൾ നടക്കും. ഒരല്പം കഷ്ടത, ഒരല്പം ബുദ്ധിമുട്ട് കർത്താവ് സഹിച്ചതിന്റെ 7 അയലത്ത് വരില്ല എന്റെയും നിങ്ങളുടെയും കഷ്ടം. നമ്മൾ അതിന് തയ്യാറാകണം. അപ്പോസ്തലന്മാർ സന്തോഷിച്ചു. ഫിലിപ്പിയ ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? യേശുവിന് വേണ്ടി മാത്രമുള്ളതാണോ? ഫിലിപ്പിയർ 1:29 ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല സഹോദരങ്ങളെ, കർത്താവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. നമുക്ക് വരം ഇഷ്ടമാണ്. പ്രവചന വരം, രോഗശാന്തി വരം, ഭൂതശാന്തി വരം, നമുക്ക് വരങ്ങൾ ഇഷ്ടമാണ്. ഒരു വരമാണ് കൊടുക്കുവാനുള്ള വരം, നമ്മളെ തന്നെ കൊടുക്കാനുള്ള വരം. മക്കദോന്യ സഭയെ പറ്റി 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, मकदोनिया सभा जब वो उनका दरिद्रता बढ़ गया, उनका उदारता बहुत बढ़ गया. അവർ കഷ്ടത അവരുടെ വർദ്ധിച്ചപ്പോൾ അവരുടെ മനസ്സ്, അവർക്ക് നൽകുവാനുള്ള മനസ്സ് അധികം വർദ്ധിച്ചു. ഞാൻ സത്യം പറയാൻ പ്രിയമുള്ളവരെ, ദൈവമക്കള് കർത്താവിന് വേണ്ടി തങ്ങളെയും തങ്ങൾക്കുള്ളതിനെയും കൊടുക്കാൻ തുടങ്ങിയാൽ എത്ര വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഒരു 1% പോലും കൊടുക്കുന്നില്ല. അല്പം പൈസ കയ്യിലുള്ളപ്പോൾ അടുത്ത വീട് വെക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും കടം ഒന്ന് മാറിയിട്ട് വേണം. 3-ാമത്തെ വീടിന്റെ ആയി കടം, 2-ാമത്തെ വീടിന്റെ. എന്നെ സ്തംഭിപ്പിച്ചു കളഞ്ഞൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ ഒരു ആന്റി പറഞ്ഞു, ഞാൻ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ എന്റെ മോൻ എന്റെ കൈ തല്ലി ഓടിച്ചു. സീതാമടി എന്നാ ജില്ലയുടെ പേര്. ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? എന്റെ ഈ പൈസ ഇല്ലായിരുന്നു, ഞാൻ ഒരു കമ്പ് വെച്ച് കെട്ടി പ്രാർത്ഥിച്ചു, എന്റെ കൈ അങ്ങ് ശരിയായി. എന്റെ ദൈവമേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇവരെന്നോട് പറയാ, എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതെന്നോ, എനിക്ക് 400 രൂപ വിധവാ പെൻഷൻ കിട്ടും.
$400 അല്ല, 4000 അല്ല, 400 രൂപ. 5 കിലോ അരി കിട്ടും ഒരു മാസം. അവര് പറയാ 5 കിലോ അരിയും 400 രൂപയും യേശു ഉള്ളത് കൊണ്ട് ഞാൻ വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു എനിക്ക് $40,000 ഉണ്ടായിട്ട് ഒരു സന്തോഷമില്ല ഇപ്പോഴും. കർത്താവെ, ഇതിൽ കൂടുതൽ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കുക. ഇവർ പറയാ 400 രൂപയും 5 കിലോ അരിയും കർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആന്റി BA ആണോ, MA ആണോ, BTH ആണോ, MH ആണോ, എന്തുവാ അവരെന്തോ പഠിച്ചു? അവര് പറഞ്ഞു, എന്തുവാ വയ്യ ചോദിക്കുന്നത്, എനിക്ക് കഷ്ടിച്ചെഴുത്തും വായനയും അറിയത്തില്ലെന്ന്. അപ്പൊ അവരെന്നോട് പറയാ, കൂടുതൽ പഠിച്ചത് കൊണ്ട് കാര്യമില്ല, കേട്ടത് ഗ്രഹിച്ചാൽ മതിയെന്ന്. ഞാൻ വിചാരിച്ചു ഇതൊരു ഭയങ്കര കാര്യമാണല്ലോ കർത്താവേ. ഞാൻ എഴുതി എന്നെ നോട്ട് എഴുതി എന്നെ ഡയറി മുഴുവൻ നിറച്ചേക്കുക, കമ്പ്യൂട്ടർ നിറച്ചേക്കുക. പക്ഷെ എനിക്ക് ഈ സീക്രട്ട് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് അധികം ആയുസില്ല. സത്യമാണ്, കർത്താവ് വരാൻ പോവുക. ഇന്നലെ എന്നെ 85 വയസ്സുള്ള ഒരു അപ്പച്ചൻ, ഡോക്ടർ തോമസ് മത്തായി, ബോംബെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, കർത്താവ് വരാൻ പോവാ, ഇനി അതങ്ങോട്ട് പ്രസംഗിക്ക്, അതിനുവേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്ക്. എന്റെ പ്രിയമുള്ളവരെ, കർത്താവ് വരാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ പോകാൻ പോവുക. ഇത് രണ്ടിലൊന്നും നടക്കാൻ പോവുക. അതുകൊണ്ട് നമ്മളെ കർത്താവിന് വേണ്ടി അധികമായി നൽകാം. പ്ലീസ്, നമുക്ക് തെറ്റുപറ്റരുത്. ദൈവത്തിന്റെ വചനം പുതിയ നിയമത്തിൽ ഒരിക്കലും പ്രോസ്പെരിറ്റി പഠിപ്പിക്കുന്നില്ല. പ്രോസ്പെരിറ്റി ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് കർത്താവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും നമുക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു. റെവലേഷൻ 2:10 സ്മുർണ സഭയോട് പറയുന്നു, നിങ്ങൾക്ക് അല്പം കഷ്ടം സഹിക്കാനുണ്ട്. 10 ദിവസം കഷ്ടം സഹിക്കും. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. മരണപര്യന്തം വിശ്വസ്തരായിരുന്നാൽ ജീവന്റെ കിരീടം നമുക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണിന് രസമുള്ള മെസ്സേജ് കേൾക്കാനല്ല, ദൈവത്തിന്റെ കണ്ണിനല്ല, കാതിന്, ദൈവത്തിന്റെ വചനം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? ഒരൊറ്റ ജീവിതം, അത് വേഗം കഴിഞ്ഞു പോകും. കുട്ടിക്കോ നിങ്ങള്. എന്റെ ഇനി എത്രയുണ്ടെന്ന് അറിയാമോ ആയുസ്? എല്ലാം കൂടെ ഏറിപ്പോയാൽ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 3, 9, 10,000 ദിവസമേ ഉള്ളൂ. ഞാൻ എത്ര കടന്നു മറിഞ്ഞാലും 10,000 ദിവസം കൊണ്ട് മാക്സിമം നമുക്ക് ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം. ദൈവത്തിന് വേണ്ടി വലിയ സ്വപ്നങ്ങൾ കാണും. ദൈവത്തിന് വേണ്ടി വലിയ സ്വപ്നം കണ്ടാലോ നടക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞങ്ങള് ഒരു വർഷം സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത് 2 കുറവ് ആൾക്കാരെയാണ്. വർഷത്തിൽ 2 പേര് പോലും സ്നാനപ്പെടത്തില്ല. 7 വർഷം കഴിഞ്ഞപ്പോ 7 വിശ്വാസികളേ ഉള്ളൂ. പക്ഷെ ദൈവാത്മാ പറഞ്ഞു, നീ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, നീ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ വാക്ക് കേട്ട്, ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മളൊരു സ്വപ്നം കണ്ടാലോ നടക്കും. ഈ കഴിഞ്ഞ വർഷം 2024 ഞങ്ങൾ സ്വപ്നം കണ്ടു, 10,000 പേരെ വചനം പഠിപ്പിക്കണം. ഞാനൊരു അത്ഭുതം നിങ്ങളോട് പറയാൻ പോവാ. 11,000 പേരെ വചനം പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചു. അര ദിവസത്തെ ബൈബിൾ ക്ലാസ് അല്ല, ഒരു വർഷത്തെ, 3 മാസത്തെ, 15 ദിവസത്തെ പലതരം ബൈബിൾ ക്ലാസ്സുകളിലൂടെ, ബൈബിൾ കോഴ്സുകളിലൂടെ 11,000 people went through. അതാരാ പഠിപ്പിച്ചേ? വിനോദ് വെങ്കട്ടരാമൻ, ഗംഗാധര മേനോൻ, ഇത് 2 മലയാളികളാണ്. പിന്നെ ഹരേ റാം, ഗണേഷ് കുമാർ. നിങ്ങൾ പേര് കേട്ടോ? മത്തായിച്ചനും ചാക്കോച്ചായനും പറയാ എനിക്ക് പറ്റത്തില്ലെന്ന്. കർത്താവ് വെങ്കടേശനെയും ഗംഗാധരൻ നായരെയും ഹരേ റാമിനെയും ഒക്കെ ഉപയോഗിക്കുക. ഈ വർഷം നമുക്കൊരു സ്വപ്നം കാണാം. ഇത് ജനുവരി മാസമല്ലേ? കർത്താവേ, എനിക്കൊരു മിഷൻ യാത്ര നടത്തണം. എനിക്ക് മിഷൻ ഫീൽഡിൽ സുവിശേഷം എത്താത്തയിടത്ത് പ്രവർത്തിക്കാൻ
ഒരു കുടുംബത്തെ കൂടെ അയക്കണം. ഒരു കുടുംബത്തെ കൂടെ. ഇത് നേർച്ചയല്ല. അയക്കു പ്രിയമുള്ളവരെ. ഞങ്ങളുടെ കുടുംബം 10 സുവിശേഷകരെയാ എന്റെ വൈഫ് സഹായിക്കുന്നത്. 10. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഓർക്കരുത് നിങ്ങളെ കൊണ്ട് പ്രസംഗിച്ച് $100 കിട്ടാൻ വന്നതാണ്. നോ 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 നോ. ഇന്ന് വരെ 1 രൂപ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല. ലോകത്തിൽ ഒരിടത്ത് ഞാൻ അമേരിക്ക വന്നിട്ടില്ല. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അത് മുഴുവൻ മിഷൻ ഓഫീസിൽ കൊടുത്തു. പക്ഷെ ദൈവം ഒന്നിനും മടക്കം വരുത്തിയില്ല. ഇനി എനിക്ക് ഇട്ടിരിക്കുന്ന ഷർട്ട് പുത്തൻ ഷർട്ടാ. ഞാൻ വീട്ടിൽ എന്റെ ചേട്ടൻ മേടിച്ചു വെച്ചേക്കും. ഈ വാച്ച് പുത്തൻ വാച്ചാ. ഒരാൾ ആദ്യമായിട്ട് കണ്ട ഒരാളാ. ഈ കണ്ണാടി കേന്ദ്ര ഗവൺമെന്റ്, ഭാരത സർക്കാർ തന്ന കണ്ണാടിയാ. സകല ആവശ്യങ്ങളും ദൈവം നടത്തും. വർഷത്തിൽ ഒരാൾ സ്നാനപ്പെടാനില്ലാത്ത സ്ഥലത്ത് കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ ഏതാണ്ട് 10,000 പേര് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാൻ കർത്താവ് സഹായിച്ചു. ഇത് നടന്നത് എവിടാണ്? ഇൻ ദ ഗ്രേവിയാർഡ് ഓഫ് മിഷൻസ്. പ്രിയമുള്ളവരെ, സ്വപ്നം കാണാം. ഞാൻ കർത്താവിന് വേണ്ടി അല്പം ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും കഷ്ടത ഉണ്ടാകും. കഷ്ടത സിദ്ധതയെ, സിദ്ധത സഹിഷ്ണുതയെ, സഹിഷ്ണുത പ്രത്യാശയെ ഉളവാക്കും. പ്രത്യാശ വേണോ? എനിക്ക് കഷ്ടത വേണ്ട, പ്രത്യാശ വേണം. പറ്റത്തില്ല. എനിക്ക് ക്രൂശ് വേണ്ട, പുനരുത്ഥാനം വേണം. നടക്കത്തില്ല. എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്, അഹങ്കാരം ത്യജിക്കണം, ഞാനെന്നുള്ള ഭാവം ത്യജിക്കണം, മിടുക്കനാണെന്നുള്ള തോന്നൽ ത്യജിക്കണം, ദാസിയാകാൻ മനസ്സ് വെക്കണം, ക്രൂശ് എടുക്കണം. എന്താ ക്രൂശ്? ക്രൂശ് ഏകാന്തതയാണ്, ക്രൂശ് ധോക്കയാണ്, ക്രൂശ് ഇൻകാറാണ്, തള്ളിപ്പറയലാണ്, ഒറ്റിക്കൊടുക്കലാണ്, വേദനയാണ്. ക്രൂശ് ഡിഗ്നിറ്റി നഷ്ടപ്പെടലാണ്, എന്ന് പറഞ്ഞാൽ തുപ്പലേൽക്കലാണ്. ക്രൂശ് വിരൂപമാകുന്നത് വരെ അടികൊള്ളാനും, ക്രൂശ് തളർച്ചയാണ്, ക്രൂശ് ഒറ്റപ്പെടലാണ്, ക്രൂശ് ഏകാന്തതയാണ്, ക്രൂശ് അത് മരണമാണ്. അതിനപ്പുറമാണ് പുനരുത്ഥാനം. അതിനപ്പുറമാണ് റിസറക്ഷൻ. അതിനപ്പുറമാണ് വിക്ടറി. ഇഫ് there is no cross, no resurrection, no victory. This is the reality of Christian life. This is the reality. ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടി അതല്ല ക്രിസ്ത്യൻ ലൈഫിന്റെ റിയാലിറ്റി. അതല്ല. ഈ ലോകത്തിലെ സമ്പത്തിന് ഈ ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമില്ല. സത്യം. ഇതാ 127 നിലയുള്ള വീട് വെച്ച ഒരാൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പൊ ആ അദ്ദേഹത്തിന്റെ ദൈവത്തെ തോപ്പിക്കണമെങ്കിൽ നമ്മൾ 128 നിലയുള്ള വീട് വെക്കണം. അതല്ല നമ്മളുടെ വിളിയുടെ രഹസ്യം. അതല്ല നമ്മളുടെ വിളിയുടെ ഉദ്ദേശം. ക്രൂശ് എടുത്ത് അനുഗമിക്കുക. ആർക്ക് വേണ്ടിയാ ക്രൂശ് എടുക്കണ്ടേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല. പ്രിയമുള്ളവരെ, മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കരുതേ. മക്കൾക്ക് വേണ്ടി ക്രൂശ് എടുത്താൽ അവസാനം മക്കൾ നമ്മളെ ക്രൂശിലാക്കും. മക്കൾക്ക് വേണ്ടി സകലവും വിറ്റ് ദശാംശം പോലും കൊടുക്കാതെ മക്കളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾ വളർന്നു വന്നിട്ട് അവരുടെ ശമ്പളം കിട്ടുമ്പോൾ ദൈവത്തോട് കടമെടുത്ത് മക്കളെ പഠിപ്പിക്കുക. അവസാനം മക്കൾ എവിടെയെങ്കിലും പോയിട്ട് അപ്പച്ചനെ അമ്മച്ചി അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് എത്ര നാളായി കണ്ടിട്ട്. പപ്പായെ കാണാൻ ആഗ്രഹത്തിനല്ല, അവരുടെ മക്കളെ നോക്കാൻ വേണ്ടിയാ. ബേബി സിറ്റിങ്ങിന്. ഇപ്പൊ ഇവരെ നോക്കി പാവങ്ങളെ ഇപ്പൊ അവരെ വിളിച്ചോണ്ട് പോയേക്കുക അവരുടെ മക്കളെ നോക്കാൻ. ഒരു ആരോഗ്യമുള്ളപ്പോ ദൈവത്തിന് വേണ്ടി
പ്രിയമുള്ളവരെ, ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തിന് വേണ്ടി മക്കൾക്ക് സാധാരണ വിദ്യാഭ്യാസം കൊടുക്കാം. ഏറ്റവും നല്ലതല്ലേ നമുക്ക് കിട്ടുന്നേ, നമ്മുടെ മക്കൾക്ക് കിട്ടുന്നേ. നമുക്ക് ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാം, ആരോഗ്യം മാറ്റിവെക്കാം, കഴിവുകൾ മാറ്റിവെക്കാം, സമ്പത്ത് മാറ്റിവെക്കാം. അതാണ് ഏറ്റവും നല്ല നിക്ഷേപം. 1 പത്രോസ് 4:13, ക്രിസ്തുവിന്റെ കഷ്ടതയിൽ പങ്കുള്ളവരാകും തോറും നിങ്ങൾ സന്തോഷിച്ചു. എപ്പോഴാണ് നമ്മുടെ സന്തോഷം വർദ്ധിക്കുന്നത്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നിങ്ങൾ സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, യെസ്, നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടി മാത്രമുള്ളതാകരുത്. നമ്മുടെ പ്രാർത്ഥനകൾ ദേശത്തിന് വേണ്ടിയുള്ളതാണ്. എസെക്കിയേൽ 22:30, ഐ ലുക്ക്ഡ് ഫോർ എ മാൻ. ഒരു മനുഷ്യനെ അന്വേഷിച്ചു. ഇടിവിൽ നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ബീച്ച് വായിക്കർണേവാല, ഇടിവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ അന്വേഷിച്ചു ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ. നമുക്ക് ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജിലായിരുന്നു, പഴയ അലഹബാദ്, വാരണാസിയിലായിരുന്നു. ഞങ്ങൾ പോയത് എന്തിനാണെന്നറിയാം? 40 കോടി ആളുകൾ, 400 million people, they are reaching പ്രയാഗ്രാജ്. ഈ ജനുവരി 13 മുതൽ ഫെബ്രുവരി അവസാനം വരെ ഞങ്ങൾ ജനുവരി 11 മറ്റോ അവിടെ പോയത്. എന്ന് വെച്ചാൽ 4-5 ദിവസം മുൻപ് ഞങ്ങൾ 40 കോടി ആളുകൾ വരുമെന്ന് പറയുന്ന ആ സ്ഥലത്ത്, ആ നദിയുടെ കരയിൽ, ഗംഗാ നദിയുടെ കരയിൽ പോയി നിന്ന് ഞങ്ങൾ ഏതാണ്ട് 30 പേര് പോയി നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രം പോയതാണ്. 40 കോടി ആളുകൾ, മഹാകുംഭമേള. അവരവിടെ എന്തിനാണ് എത്തുന്നത്? മോക്ഷം പ്രാപിക്കാൻ, ഉദ്ധാർപ്പാനെ, രക്ഷിക്കപ്പെടാൻ, രക്ഷപ്പെടാൻ, സ്വർഗം പ്രാപിക്കാൻ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഈ ദേശത്തിന് കുറുകയും നെടുകയും കുറുകയും നടക്കുക, ആ ദേശത്തെ ഞാൻ തരും. പ്രിയമുള്ളവരെ, നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചങ്ക് തകരും. നമ്മുടെ കൺവെൻഷന് 100 പേര് വന്നാൽ, 1000 പേര് വന്നാൽ എന്തൊരാഘോഷമാണല്ലേ. നമ്മുടെ ചർച്ചിൽ 500 പേരുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു അഭിമാനമാണല്ലേ. ഇവിടെ 40 കോടി ആളുകൾ, 400 മില്യൺ ആളുകൾ. അതാണ് പറയുന്നത് യിരെമ്യാ പ്രവാചകൻ. ഹിന്ദി കർത്താവ് എനിക്ക് പല പാട്ടുകൾ തന്നു. അതിലൊരു പാട്ട് ദൈവം തന്നത്, മേരെ സിർ കോ ജൽ ഹി ജൽ और आंखों को सोता बना दे प्रभु, मेरे सिर को जल ही जल और आंखों को सोता बना दे प्रभु, आंसू बहाकर गिड़गिड़ाकर प्रार्थना करना सिखा दे प्रभु, उठू और चलू मैं मेरे देश की टूटा हुआ दीवार बनाने, बन जाए देश, बच जाए लोग, हो आराधना प्रभु यीशु की, बन जाए देश, बच जाए लोग, हो आराधना प्रभु यीशु की, आंसू बहाकर गिड़गिड़ाकर प्रार्थना करना सिखा दे प्रभु. എന്റെ തലയെ വെള്ളമായി മാറ്റണമേ, എന്റെ കണ്ണിനെ കണ്ണുനീരുറവയായി മാറ്റണം, എന്റെ ദേശം വിടുവിക്കപ്പെടുവാൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവിന്റെ ക്രൂശ് എടുക്കാം.
ഏറ്റവും പ്രതിഫലമുള്ള കാര്യം അതാണ്. നിങ്ങൾ എന്റെ നാമനിമിത്തം കഷ്ടം സഹിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും. Many times we are not able to pray. നമ്മുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, യേശുവെ പോലെ ആകുവാനെന്ന് നമ്മൾ പാടും, പക്ഷെ അതിനുള്ള മനസ്സില്ല. യഥാർത്ഥ ശിഷ്യനാകുവാനുള്ള മനസ്സില്ലായ്മ. നോ കമ്മിറ്റ്മെന്റ് ടു ബിക്കം എ റിയൽ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. കാരണം ആ പാത്ത് നാരോയാണ്. वो सकरा रास्ता है, वो सकरा रास्ता है. രണ്ട്, ലാക്ക് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം ഇല്ല. എന്താ വിശ്വാസം ഇല്ലാത്ത? ബൈബിൾ വായിക്കുന്നില്ല. ബൈബിൾ എല്ലാവരുടെയും പുത്തനായിട്ടിരിക്കുക. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ചില പിള്ളേരുണ്ട്, അവരുടെ പുസ്തകം നല്ല പുത്തനായിരിക്കും, പരീക്ഷ കഴിഞ്ഞാലും പുസ്തകം പുത്തനാ. അപ്പൊ പഴയ പുസ്തകം മേടിക്കുന്ന ആര് നല്ല പൈസ കൊടുത്ത് മേടിക്കും, പക്ഷെ ഇവൻ പരീക്ഷയ്ക്ക് തോറ്റും പോകും. കാരണം ഈ പുസ്തകം തുറന്നിട്ടില്ല. നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും ദിവസം ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇരുന്ന് കർത്താവിന്റെ വചനം വായിക്കണം, ധ്യാനിക്കണം, ഗ്രഹിക്കണം. അത് നമ്മളെ മോൾഡ് ചെയ്യും. അത് നമ്മളെ ഒരു യഥാർത്ഥ ശിഷ്യനാകും. അത് നമ്മൾക്ക് കർത്താവിന്റെ ക്യാരക്ടർ തരും. കർത്താവിന്റെ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകും. നമ്മൾ വേൾഡിനോട് കോമ്പീറ്റ് ചെയ്യത്തില്ല. നമ്മൾ ലോകത്തോട്, അതായത് ലോകത്തിന് അനുരൂപമാകത്തില്ല. ലോകത്തിന്റെ റേസിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ മറ്റൊരു ട്രാക്കിൽ ഓടാൻ തുടങ്ങും. ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ചില സഹോദരങ്ങൾ, വിൻസെന്റ് ബ്രദറുണ്ട്, അബുദാബിയിലെ അമേരിക്കൻ എംബസിയിലെ ജോലിക്കാരനായിരുന്നു. ഞങ്ങളോട് പേര് 12 വർഷമായിട്ട് പ്രവർത്തിക്കും. ഒരു ക്രിസ്പിൻ ബ്രദറുണ്ട്, കുന്നംകുളത്ത് നല്ല ബിസിനസ് നടത്തുക. വിനോദ് വെങ്കട്ടരാമൻ അമേരിക്കയിലെ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലെ എക്സ്പേർട്ട് ആളായിരുന്നു. അവര് കർത്താവിന്റെ പേരയില്ല. നമ്മള് ദൈവവചനം ധ്യാനിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാകും, സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലമുണ്ട്. ഈ ലോകത്തിലെ പ്രതിഫലത്തെ പറ്റി നമ്മൾ വേവലാതിപ്പെടില്ല. കാരണം നമുക്കൊരു പുതിയ കോൺഫിഡൻസ് കിട്ടും. സ്വർഗത്തിലെ പ്രതിഫലം, ലാക്ക് ഓഫ് ഫെയ്ത്ത്. എന്താ നമ്മുടെ പ്രാർത്ഥനയെ മുടക്കുന്നത്? ലാക്ക് ഓഫ് ബർഡൻ ഫോർ അതേഴ്സ്. മറ്റുള്ളവരെ പറ്റി ഭാരമില്ല. സെൽഫിഷ് ലൈഫ്. ഇന്ന് നമ്മൾ സെൽഫി യുഗത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കുന്ന സമയമായത്. സെൽഫി എടുക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ സെൽഫി ലൈഫ് ആകരുത്, സെൽഫിഷ് ലൈഫ് ആകരുത്. വേറെ ആരെയും ശ്രദ്ധിക്കാത്ത, എന്നെ മാത്രം ശ്രദ്ധിക്കുന്ന, എനിക്ക് വേണ്ടി മാത്രം. നമ്മൾ ബൈബിള് പോലെ ഒരു 10 എണ്ണം ഉണ്ട്, ഇല്ലേ? പോക്കറ്റ് ബൈബിൾ, വലിയ ബൈബിൾ, ചർച്ചിൽ കൊണ്ടുപോകാൻ ബൈബിൾ, കോട്ടേജ് മീറ്റിങ്ങിന് പോകാൻ ബൈബിൾ, കൺവെൻഷന് പോകാൻ വേറൊരു ബൈബിൾ. നിങ്ങൾക്കറിയാമോ, ഒരു ബൈബിൾ ഇല്ലാത്ത 1000 പേരുണ്ട്. 1000? അയ്യോ, എത്തിപ്പോയി. ഒരു ബൈബിൾ ഇല്ലാത്ത ചർച്ചിനകത്ത് 10,000-കണക്കിന് ആളുകളുണ്ട്. അവർക്ക് 200 രൂപ കൊടുത്തൊരു ബൈബിൾ മേടിക്കാൻ ബുദ്ധിമുട്ടാ. ഇനി ഞാൻ പറയാം, ഹിന്ദിയിൽ റെഫറൻസ് ബൈബിൾ ഇല്ല. 1000 പാസ്റ്റർമാരുണ്ട്, റെഫറൻസ് ബൈബിൾ, അതിന് 1500 രൂപയാ വില. അവർക്ക് പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു 1000 രൂപയ്ക്ക് മേടിക്കാമോ? ഞങ്ങൾ 100 രൂപ വീതം മാസം തരട്ടെ. നമുക്ക് മലയാളത്തിൽ എത്ര റെഫറൻസ് ബൈബിളാ? ഇംഗ്ലീഷിൽ ഒരു 100 അല്ലല്ലോ റെഫറൻസ് ബൈബിൾ. ഹിന്ദിയിൽ ആകപ്പാടെ റയറി സ്റ്റഡി ബൈബിളും വേറെ സൗത്ത് ഏഷ്യൻ സ്റ്റഡി ബൈബിളുമേ ഉള്ളൂ ഹിന്ദിയില്. അത് മേടിക്കാൻ അവർക്ക് പറ്റുന്നില്ല. നമുക്ക് 10 ബൈബിൾ. നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചാൽ നമ്മൾ ചിന്തിക്കും, അയ്യോ എൻ്റെ കയ്യിൽ ഇത്രയുണ്ടല്ലോ, മറ്റൊരാൾക്ക് വേണ്ടി. നമ്മുടെ പ്രാർത്ഥനയെ മുടക്കുന്നു സെൽഫിഷ്നെസ്, സെൽഫിഷ് ലൈഫ് സ്റ്റൈൽ, കംഫർട്ട് സീക്കിംഗ് ആറ്റിറ്റ്യൂഡ്. എനിക്ക് കംഫർട്ട്. എപ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്?
കർത്താവ് കംഫർട്ട് മാറ്റി വെച്ചു. പ്രാർത്ഥിക്കുക. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ, മർക്കോസ് 1:35, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഏകാന്ത സ്ഥലത്തേക്ക് പോയി അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ എഴുന്നേറ്റ് പോകുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? നമുക്ക് ബുദ്ധിമുട്ടാ, പക്ഷെ മറ്റവർക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ ആദ്യം താമസിച്ച ഒരു വീടുണ്ട്, എല്ലാം വൈഫിന്റെ ക്വാർട്ടേഴ്സാ. അവിടെ 2 മോസ്കിലെ വിളി കേൾക്കും. സമ്മറിൽ 4 മണിക്കാ, അറൗണ്ട് 4:30. അത് തമ്മിൽ 5 സെക്കൻഡിന്റെ 1 മിനിറ്റിന്റെ വ്യത്യാസമില്ലാതെ രണ്ടിടത്തുനിന്നും 4:30 വർഷം മുഴുവൻ ആ 2 മോസ്കിൽ നിന്നും വിളി വരും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൗലവി ഒരു 3 മണിക്ക് 3:30 എഴുന്നേറ്റ് തയ്യാറായി 4:30 അവിടെ മോസ്ക് അവിടെ ഓപ്പൺ ആക്കി പ്രാർത്ഥന തുടങ്ങുക. നമ്മുടെ പ്രാർത്ഥന എപ്പോഴാണ് തുടങ്ങുന്നേ? ദേശത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന എപ്പോഴാണ് തുടങ്ങുന്നേ? പ്രിയമുള്ളവരെ, ലെറ്റ് us there be a paradigm shift. നമ്മുടെ ചിന്തകൾക്ക്, നമുക്ക് ഈ ലോകം അനുരൂപമല്ല, നമ്മൾ ഈ ലോകക്കാരല്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, जो ऊपर का है वही सोचो, इस दुनिया की अंगों को मार डालो. ഈ ലോകത്തിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീ. നാളെ ഒരു ദിവസം ഇവിടെയുണ്ട്. നമ്മൾക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് ദൈവവചനം ധ്യാനിക്കാം. നമ്മുടെ I think this is time. Let us pray. Father, we come to you. നമ്മൾക്ക് നമ്മളെ സമർപ്പിക്കാം. കർത്താവേ, am I a comfort seeking person? എന്റെ കണ്ണുകൾ ഉയരത്തിലാണോ കർത്താവെ ഫിക്സ് ആയിരിക്കുന്നത്? അതോ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഞാൻ മുഴുകി ആ ഉയരത്തിലെ കാഴ്ചകൾ എന്റെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുകയാണോ? Is it very clear to me, Lord? കർത്താവെ, ഞാൻ ഈ ലോകത്തിലെ സ്വപ്നങ്ങളുമായി നടക്കുകയാണോ? എനിക്ക് ഉയരത്തിലെ സ്വപ്നങ്ങളുണ്ടോ? നഷ്ടപ്പെടുന്ന ആത്മാക്കളെ പറ്റി എനിക്ക് വേദനയുണ്ടോ? എന്റെ കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നതുപോലെ, ഡിമാൻഡ് ചെയ്യുന്നത് പോലെ സ്വയം ത്യജിച്ച് ക്രൂശ് എടുത്തുള്ള ഒരു യാത്രയാണോ എന്റേത്? കഷ്ടം സഹിക്കാൻ വരം നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ സന്തോഷിപ്പീൻ, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വലുത് എന്നുള്ളത് ഞാൻ ഗ്രഹിച്ചിട്ടുണ്ടോ? അതൊരു റിയൽ, ഒരു യാഥാർത്ഥ്യമായി ഞാൻ അംഗീകരിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി ഞാൻ കീഴ്പ്പെട്ടിട്ടുണ്ടോ? അതിനുവേണ്ടി ഞാൻ സമർപ്പിതനാണോ? കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ വളർത്തണമേ. കർത്താവേ, എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് വചനം സംസാരിച്ച അടിയനോട് കരുണ കാണിക്കണം. അങ്ങയുടെ യഥാർത്ഥ ശിഷ്യനായി ജീവിപ്പാൻ അടിയനെ സഹായിക്കണം. പ്രിയമുള്ളവരെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക അത് പാലിക്കുവാൻ, അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വേദനയിലൂടെ കടന്നു പോകുന്നു, രോഗത്തിലൂടെ കടന്നു പോകുന്നു, കർത്താവേ, അങ്ങയുടെ വചനം അയച്ച് അവിടുന്ന് സൗഖ്യമാക്കണമേ. ആരെങ്കിലും നിരാശയിലായിരിക്കുന്നുവെങ്കിൽ യേശുവേ, നിരാശയെ മാറ്റുന്ന കർത്താവേ, അങ്ങ് നിരാശയെ മാറ്റണമേ. രോഗത്തെ ശാസിക്കണമേ, വേദനകളെ മാറ്റണമേ. കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറട്ടെ. ഓ, ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം ഉണ്ടാകട്ടെ. ഹൃദയങ്ങളെ തൊടട്ടെ, കുടുംബങ്ങളെ തൊടട്ടെ, യൗവനക്കാരെ തൊടട്ടെ, കുഞ്ഞുങ്ങളെ തൊടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Let there be revival in the name of Jesus. Let there be revival in the hearts of people. Let there be revival in the church. Let there be branch churches. Hallelujah. Let there be spreading of the word. Let there be spreading of the church. Oh, we declare it in the name of Jesus. Hallelujah. Thank you, Jesus. Thank you, Jesus.
കർത്താവെ, ഓരോരുത്തരെയും സ്പർശിക്കുന്നതിനായി സ്തോത്രം. വേദനകളെ മാറ്റുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. പുതിയ 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 ദർശനം നൽകുന്നതിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു. താങ്ക് യു ഫോർ യുവർ റിയൽ ബ്ലെസ്സിങ്സ് ലോർഡ്. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.